ഉള്ള ഒരു കാര്യം, ഫോൺ ഓഫ് ചെയ്യാനുള്ള എന്ന് വെച്ചാൽ ഫോൺ കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലേ എന്നുള്ളത്. ഫോൺ എത്ര എന്ന് വെച്ചിട്ടാണ് ഒരു മനുഷ്യൻ കട്ട് ചെയ്യുക. രണ്ടാമത് വാട്സപ്പിൽ വരുന്ന കോളുകൾ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലേ എന്നുള്ളത്. എൻ്റെ വാട്സപ്പിൽ എത്രത്തോളം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. മൂന്നാമത്തെ കാര്യം, പോലീസിൽ പരാതിപ്പെട്ടൂടെ എന്നുള്ളത്. ഞാൻ എത്രത്തോളം പോലീസ് പരാതിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അത്രമേൽ ഞാൻ പോലീസ് പരാതിപ്പെട്ടിട്ടുണ്ട്. അതിനൊന്നും നടപടിയെടുക്കാത്തതിനാലാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം എടുത്ത് പോസ്റ്റ് ചെയ്യാൻ എൻ്റെ സാഹചര്യം അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ആയി മാറിയത്. അതുകൊണ്ട് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, നമ്മുടെയൊക്കെ എന്താ പറയുക, സഹോദരന് തുല്യമായിട്ടുള്ള ദീപക് എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ നഷ്ടപ്പെട്ടു പോയ ആ ദിവസമല്ല, പിറ്റേ ദിവസം തൊട്ടിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറേ വിചാരിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ പല പല തിരക്കുകളും കാരണങ്ങൾ കൊണ്ട് എനിക്ക് ആ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. ദീപകിനെ ആരും മറന്നു പോയിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അതേപോലെ ഷിംജിതനെയും എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു പേരാണ് എന്നുള്ളതും എനിക്കറിയാം. അപ്പം ഷിംജിത ഏതാ ഗണം എന്നുള്ളതും ജസ്ന സലീം ഏതാ ഗണം എന്നുള്ളതും ഇപ്പോഴും കുറേ ജിഹാദികൾക്ക് അറിയില്ല. ഈ ഷിംജിതനെയും ജസ്നിനെയും കൂടി കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. അതിനുള്ള ആംബിയർ നിങ്ങൾക്കില്ല. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാനിവിടെ ഒരു പോസ്റ്റ് കൊടുക്കാം. ആ പോസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ പോസ്റ്റ് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഫരീദ ഇബ്രാഹിം 3 ദിവസങ്ങൾക്ക് മുമ്പ് ഇട്ട പോസ്റ്റാണ്. അപ്പം അന്ന് തൊട്ടിട്ട് ഇതിന് മറുപടി കൊടുക്കണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ ഈ ഫരീദ ഇബ്രാഹിമിനോട് എനിക്ക് പറയാനുള്ളത്, ഷിംജിതയുടെ തന്തക്കല്ല ഞാൻ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ നമ്പർ കൊടുത്തതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ പലരും വിളിച്ചിട്ട് അവരെ കുറിച്ച് അവർ മോശമായിട്ട് സംസാരിക്കുമ്പം അത് റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ട് പലരെയും അപമാനിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഈ നമ്മളെ ഫരീദ പറയുന്നത്. ഫരീദ എന്നല്ലേ, ഫരീദ ഇബ്രാഹിം പറയുന്നത്. അപ്പോൾ ഫരീദ ഇബ്രാഹിമും ബാക്കിയുള്ള എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പോസ്റ്റോടും ഇവിടെ കൊടുത്തിരിക്കുക. എൻ്റെ പേരിൽ ഒരാൾ വ്യാജ FB ഉണ്ടാക്കിയ ഒരു സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നും എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളും അത്യാവശ്യം സാമാന്യം വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതിൽ കൊടുത്തിരിക്കുന്നത് എൻ്റെ നമ്പറാണ്. നിങ്ങൾ കണ്ടോ, എൻ്റെ നമ്പറാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ആ പോസ്റ്റ് കണ്ടിട്ടാണ് എന്നെ ഓരോ അലവലാദികൾ വിളിച്ചിട്ട് തോന്നിവാസം പറയുന്നത്. ഇങ്ങനൊരു പോസ്റ്റ് ഇട്ട വിവരം ഞാൻ അറിയുന്നത് 2-3 ദിവസങ്ങൾക്ക് മുമ്പെയാണ്. ഇവൾ ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനൊരു എന്നെക്കുറിച്ചൊരു വ്യാജ ID ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പം ഞാൻ അത് സൈബർ സെല്ലിൽ കംപ്ലൈൻറ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ആളെ പൊക്കാൻ എന്തായാലും പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻറ്റും എനിക്കുണ്ട്. ആര് തന്നെ ആയാലും ആ ആളെ എനിക്ക് കിട്ടും എന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് നമ്മുടെ കേരള പോലീസിലുണ്ടായിരുന്ന ഒരു വിശ്വാസം എല്ലാവർക്കും ഉള്ളത് പോണം തന്നെ എനിക്കുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ആളാരാണ് എന്നുള്ളത് എനിക്കറിയാൻ പറ്റുമെന്നും ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു വ്യാജ പ്രൊഫൈൽ എൻ്റെ പേരിൽ ഉണ്ടായതിന് ശേഷമാണ് എന്നോട് വിളിച്ചിട്ട് തോന്നിവാസം. എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ലായിരുന്നു. എന്നെ ഓരോരുത്തർ ഇങ്ങനെ വിളിച്ചിട്ട് പല പല രീതിയിൽ പല പല തോന്നിവാസങ്ങൾ പറയുക. എൻ്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുമോ, ഇത്ര പൈസ എന്നൊക്കെ. അപ്പോഴൊക്കെ എന്നോട് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമ്പർ കിട്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ നിന്ന് നമ്പർ കിട്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരുപാട് വിളിക്കുന്നത് മുഴുവനും 99.9% മുസ്ലിം നാമധാരികളാണ് കേട്ടോ വിളിക്കുന്നത്. തുറന്ന് പറയുന്നതിന് എന്താ, നിങ്ങൾക്ക് ആ വീഡിയോയിൽ അവരുടെ പേര് അവർ മെൻഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ 99.9% മുസ്ലിംസ് നാമധാരികളാണ് വിളിക്കുന്നത്. അപ്പം ഇങ്ങനെ വിളിച്ചിട്ട് നമ്മളടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ നമ്പറാണ് എന്നുള്ളത്. അപ്പം ഞാൻ ആദ്യമൊക്കെ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് എന്തിനായിരുന്നു എന്ന് വെച്ചാൽ, എൻ്റെ
ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്തിനാന്ന് വെച്ചാൽ എൻ്റെ ഏതൊരു വീഡിയോൻ്റെ താഴെയും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻ്റ് ഇടുന്നത് ഈ പറഞ്ഞ മുസ്ലിം നാമധാരികളായിരുന്നു. ഏറ്റവും കൂടുതലെന്ന് വെച്ചാൽ വളരെ മോശമായിട്ട് എനിക്ക് എന്താ പറയുക കമൻ്റ് ഇടുന്നത് മുസ്ലിം നാമധാരികൾ മാത്രമായിരുന്നു. അതേ സമയം തന്നെ അവർ വിളിച്ചിട്ട് ഇപ്പുറത്ത് വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ സൊള്ളുന്നത് സമൂഹം അറിയട്ടെ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പോസ്റ്റ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ ഉള്ളിൽ കൂടി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പം അങ്ങനത്തെ വീഡിയോ ഇപ്പം ഇവളിപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കട്ട് ചെയ്താൽ പോരെ, ബ്ലോക്ക് ചെയ്താൽ പോരെ. എൻ്റെ ഫോണിൽ എത്ര നമ്പേഴ്സ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? എനിക്ക് വാട്സപ്പിൻ്റെ അകത്ത് ഞാൻ ബ്ലോക്ക് ചെയ്തത് അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കണ്ടാൽ 6 തന്നെയാണെങ്കിലും ഒന്ന് കണ്ണ് തള്ളിപ്പോവും. നമുക്കൊക്കെ ബ്ലോക്ക് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ആ പരിധി വരെ ലംഘിച്ചിട്ട് ബ്ലോക്കാക്കി എന്ന് തന്നെ പറയാം. അത്രത്തോളം എൻ്റെ ഫേസ് മാറിയാലേ നിങ്ങൾക്ക് കാണുള്ളൂ. കണ്ടോ എത്ര പേരെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന്? 1041 ആൾക്കാരെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നില്ലേ? നമ്മുടെ വാട്സപ്പിൻ്റെ അകത്ത് ബ്ലോക്ക് ചെയ്തത് 1041 ആൾക്കാരാണ്. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലേ, ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വാട്സപ്പിൻ്റെ അകത്ത് ഇത്രയും ആൾക്കാരെ ഞാൻ ബ്ലോക്ക് ചെയ്ത്. അതൊരു മിനിമം ഒരു ശരാശരി ഒരു മനുഷ്യന് 1041 ആൾക്കാരെ ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം കോള് വരുന്നുണ്ടാവും. പിന്നെ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലേ എന്ന് ചോദിച്ചാൽ, ഞാനിപ്പം ഇന്നതിന് ശേഷം ഇങ്ങനെ ഒരു എന്നെക്കുറിച്ചൊരു വ്യാജ പ്രൊഫൈൽ ഇറക്കിയതിന് ശേഷം ഞാൻ എന്താക്കിയിട്ടുണ്ട്, ഇപ്പം വരുന്ന കോളുകളൊന്നും അറ്റൻഡ് ചെയ്യാറില്ല. കാരണം ഇങ്ങനത്തെ ഒരു സംഭവം ഞാനങ്ങനെ എന്നെ അറിയുന്ന ആൾക്കാർ ഒരിക്കലും ഇങ്ങനത്തെ ഒരു വ്യാജ പ്രൊഫൈലിൽ കണ്ടിട്ട് എന്നെ വിളിക്കേണ്ടതില്ല. ഈ അടുത്തും കൂടി ഒരു ചേട്ടൻ വിളിച്ച് പറഞ്ഞു, ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു വ്യാജ പ്രൊഫൈൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ എന്താ പറയുക ഫരീദ റഹ്മാൻ അല്ല ഫരീദ ഇബ്രാഹിം ഷിംജിതനെയും എന്നെയും വെച്ചിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് ആ ജന്തുവിനോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് അറിയോ? അവളുടെ ഫരീദ ഇബ്രാഹിം അവളോട് പറയാനുള്ളത്, ഇടി ജന്തു, നിൻ്റെ വാപ്പക്ക് ഉണ്ടായതല്ല ഞാൻ, അതേപോലെ ഈ പറഞ്ഞ ഷിംജിതയുടെ വാപ്പക്ക് ഉണ്ടായതല്ല, ഞാൻ മജീദിനുണ്ടായതാണ്. ഞാൻ നിൻ്റെ ഭർത്താവോ നിൻ്റെ ആങ്ങളെയോ എന്നെ വിളിച്ചിട്ടുണ്ടാവും, ഞാനത് പോസ്റ്റും ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ പ്രശ്നമാണ് നിനക്കുള്ളത് എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ പോസ്റ്റ് ചെയ്തത് ഇതുകൊണ്ടാണ്. എനിക്ക് നേരെ ഇങ്ങനെ നിരന്തരം കോളുകൾ വന്നിട്ട് എന്നെ തെറി വിളിച്ചിട്ടും തോന്നിയാസം വിളിച്ചിട്ടും വൾഗറായിട്ട് സംസാരിച്ചിട്ടും ഒക്കെ എനിക്ക് ഇങ്ങനെ കോളുകളും മെസ്സേജുകളും വരാറുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇതിന് ഞാൻ സോഷ്യൽ മീഡിയയിൽ നമ്പർ കൊടുത്തത്, ഞാനൊരു വരുമാന മാർഗം എനിക്ക് സോഷ്യൽ മീഡിയ വഴിയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും യൂട്യൂബോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ വഴിയുള്ള വരുമാന മാർഗമാണ് എന്ന് നിങ്ങൾ കരുതും. പക്ഷെ അതൊന്നുമല്ല. എനിക്കുള്ള വരുമാന മാർഗം എന്ന് പറയുന്നത്, ഞാൻ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഓർഡർ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഓരോ ഫോട്ടോ എടുത്ത് വീഡിയോസായിട്ട് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ താഴെ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. എൻ്റെ ഓൾമോസ്റ്റ് ഒരു എല്ലാ വീഡിയോസിൻ്റെ അകത്തും എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ നമ്പറാണ് എന്നുള്ളത് ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമ്പർ കിട്ടിയതാണ് അതാണ് ഈ പറഞ്ഞ ഫരീദ ഇബ്രാഹിമും വിചാരിച്ചിരിക്കുന്നത്. ഇവള് തന്നെ നമ്പർ കൊടുത്തിട്ട് ഇവളെ ഓരോരുത്തരെ വിളിച്ചിട്ട് എന്നതിന് ശേഷം ഇവളത് റെക്കോർഡ് ചെയ്ത് കണ്ടൻറ് ഉണ്ടാക്കുകയാണെന്നും മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുകയാണ് എന്നുള്ള രീതിയിലും ഇവൾ സംസാരിക്കുമ്പോൾ ഇവൾ പോലും അറിയുന്നില്ല എൻ്റെ പേരിൽ ഇങ്ങനൊരു വ്യാജ പ്രൊഫൈൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതും. ഇവക്ക് ഈ എഴുതാനറിയാവുന്ന ഇവക്ക് ഈ ഇതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ വായിക്കാനും അറിയാമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ പോസ്റ്റ് ഇടാനൊക്കെ ആർക്കും പറ്റും ഫരീദ. ആദ്യം നീ നിൻ്റെ മുഖം കാണിച്ചിട്ട് പോസ്റ്റ് ഇടാനുള്ള ഗഡ്സ് കാണിക്കുക. അവിടെയാണ് എന്താ പറയുക തന്തക്ക് പിറക്കുക എന്ന് പറയുന്നത്. ഞാനൊക്കെ ഫേസ് ടു ഫേസ് സംസാരിക്കുന്നുണ്ട്.
നിനക്കതിന് പോലും പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരുത്തിയും എന്നെയും ഈ പറഞ്ഞ ഷിംജിതേനെയും കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. എനിക്ക് പിന്നെ വേറൊരു കാര്യമുണ്ട്. നമുക്കങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വന്നാൽ പോയി പരാതിപ്പെടേണ്ടത് എവിടെയാണ്? നമ്മുടെ കേരള പോലീസിൻ്റെ അടുത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് കേരള പോലീസ് പിടിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നതെന്ന്. ഇതേ കേരള പോലീസിൻ്റെ അടുത്ത് സൈബർ ക്രൈം IT ആക്ട് പ്രകാരമുള്ള ക്രൈമിന് ഒരുപാട് പരാതി കൊടുത്തു നോക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. പലരും വിളിച്ച് തോന്നിവാസം പറഞ്ഞിട്ടും തെറി പറഞ്ഞിട്ടും പലരുടെയും പേഴ്സണൽ പാർട്ട് എനിക്ക് അയച്ചു തന്നിട്ടും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ട് പല സമയങ്ങളിലായിട്ട് എന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട്, നട്ടപ്പാതിര 12 മണിക്കൊക്കെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ എൻ്റെ ഫോണുമായിട്ട് പോയിട്ടുണ്ട്. നിപ്പില്ലാതെ ബ്ലോക്ക് ചെയ്തിട്ടും വേറെ നമ്പറിൽ നിന്ന് കോളുകളും ഇതേപോലെ പേഴ്സണൽ പാർട്ടിൻ്റെ ഫോട്ടോസുകളും എൻ്റെ ഫോട്ടോസ് അയച്ചു കൊടുക്കുമെന്നും വൾഗറായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് ഞാൻ ഫോണ് ഈ ബ്ലോക്ക് ചെയ്യുന്നതിനനുസരിച്ച് പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കാം. അപ്പം ഞാൻ നേരെ ഇതും കൊണ്ടിട്ട് കൊയിലാണ്ടി സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് ആ ഫോൺ അറ്റൻഡ് ചെയ്യാനോ അവരോട് എന്താണെന്ന് ചോദിക്കാനോ ഉള്ള ഒരു മനസ്സ് പോലും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യത്തിലുള്ള കാര്യം. അപ്പം IT ആക്ട് പ്രകാരം കേസെടുക്കാൻ നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാർക്ക് വകുപ്പില്ല പോലും എന്നാണ് അവർ പറയപ്പെടുന്നത്. നമ്മൾ സൈബർ സെല്ലിൽ ഞാനിപ്പം കൊടുത്തത് സൈബർ സെല്ലിലാണ്. സൈബർ സെല്ലുകാർക്ക് മാത്രം, അതും അത്രക്ക് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ അവർ കേസെടുത്തിട്ടുണ്ട്. കാരണം എന്നെക്കുറിച്ച് ഇങ്ങനെ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി പലരും വിളിച്ച് എനിക്കത് മാനഹാനി ഉണ്ടാവുന്ന രീതിയിലേക്കായി വന്നതുകൊണ്ട് മാത്രം അവരത് കേസെടുത്ത് നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നേരെ മറിച്ച് നമുക്കൊരു കോളും മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തും നമ്മൾ ഇതേപോലെ പോലീസ് സ്റ്റേഷനിലും സൈബർ സെല്ലിലൊക്കെ കൊണ്ടുവന്ന സമയത്ത് IT ആക്ട് പ്രകാരമാണ് ഇവർ കേസ് എടുക്കേണ്ടത്. ആ കേസ് അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതും അവർക്ക് അത് കോടതിയിലേക്കാണ് കൊടുക്കേണ്ടത്, കോടതി ഡയറക്റ്റ് എടുക്കേണ്ട കേസാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയൊക്കെ തള്ളിപ്പോയിട്ടുണ്ട്. കുറേയൊക്കെ അവരെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ 18 കേസുകൾ IT ആക്ട് പ്രകാരം 18 കേസുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു വ്യക്തിയെ പോലും അറസ്റ്റ് ചെയ്യുകയോ ഒരു വ്യക്തിയെ പോലും തെളിവെടുപ്പിനായിട്ട് എന്നെ വിളിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. 18 പേരിൽ ഒരാളെങ്കിലും വിളിപ്പിക്കായിരുന്നു. ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽ എങ്കിലും അല്ലെങ്കിൽ ഒരു വ്യക്തിയെങ്കിലും അറസ്റ്റ് ചെയ്തിട്ട് അവർക്ക് എന്നെ വിളിപ്പിക്കാമായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടാതെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു എന്നുള്ളതിനുള്ള ഉത്തരവാണത്. അപ്പം ഞാനിങ്ങനെ പരാതിപ്പെടാൻ പോയിട്ട് എൻ്റെ പെന്നിലെ മഷി തീരുകയും എൻ്റെ കാറിലെ പെട്രോൾ തീരുകയും എൻ്റെ സമയം അവിടെ തീരുകയും എൻ്റെ കയ്യിലുള്ള പൈസ അവിടെ തീരുകയും അല്ലാതെ എനിക്ക് വേറെ ഒരു നടപടികളും കാര്യങ്ങളും കിട്ടാതിരുന്നിട്ടാണ് ഞാൻ എന്ത് ചെയ്ത്, ഇവരൊക്കെ പകൽമാന്യന്മാരാണ്. പകൽമാന്യതയുടെ മുഖം ഉപയോഗിക്കുന്നതാണ് ഈ പറഞ്ഞ ഫരീദ ഇബ്രാഹിമിൻ്റെ വാപ്പയോ ആങ്ങളെയോ അല്ലെ ഭർത്താവോ ആരോ ഒരാൾ എന്നെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് 101% ഉറപ്പുള്ളൊരു കാര്യമാണ്. അപ്പം അത് ഞാൻ പോസ്റ്റ് ചെയ്തത് കൊണ്ട് ഫരീദ ഇബ്രാഹിമിൻ്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ അത് നാണക്കേടായിട്ടുണ്ട് എന്നുള്ളതും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനൊരു പോസ്റ്റ് ഇടേണ്ട ആവശ്യം അവർക്ക് വരുന്നില്ല. കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ നമ്പർ കൊടുക്കുന്നതും എനിക്ക് വരുന്ന മുഴുവനവും മുസ്ലിം നാമധാരികളുടെ അടുത്തു നിന്നുള്ള ബുദ്ധിമുട്ടുകളാണ് എന്നുള്ളതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും ഇങ്ങനൊരു പോസ്റ്റ് അവൾ ഇടണം എന്നുണ്ടെങ്കിൽ മിക്കവാറും അവളുടെ വാപ്പ തന്നെ ആയിരിക്കും വിളിക്കാൻ ചാൻസ്. അപ്പോൾ അങ്ങനെ വിളിച്ചതുകൊണ്ട് ഉണ്ടായ ബുദ്ധിമുട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുക. എനിക്ക് കംപ്ലൈൻറ്റ് കൊടുത്ത് മതിയായി. എന്നെ കാണുമ്പോൾ പോലീസുകാരെ കാണുമ്പോൾ എനിക്കും ചിരി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ട് നിൽക്കുകയാണ്. അത്രമേൽ പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു വിഷയം ഇപ്പം ഈ ഷിംജിതയുടെ ഒരു കേസ് വരുന്ന സമയത്ത് ഷിംജിതക്ക് അങ്ങനെ ഒരു വിഷയം വന്ന സമയത്ത് ഷിംജിത പരാതിപ്പെട്ടാൽ പോയിട്ടില്ല. നേരെ മറിച്ച് ദീപക് എന്ന പയ്യനെ ഭീഷണിപ്പെടുത്താനാണ് പോയത്. ഞാൻ ഇതുവരെ ആരെയും ഈ ഒരു കോള് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആക്കുകയാണ് ഇങ്ങനെ ആക്കുകയാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. നേരെ മറിച്ച് അരുണിനെ വിളിച്ചിട്ട് അരുണ് പറയും എനിക്ക് അവനെന്ന് കാണണം, കണ്ടാൽ ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തോളാം. കാരണം കാണണമല്ലോ,
അങ്ങനെ തോന്നിവാസം പറയുന്ന ഒരുത്തനെ നേരിട്ട് കാണാതെ ഏത് ആങ്ങളാരായാലും ചെയ്യുന്നൊരു പരിപാടി അവനും പറഞ്ഞിട്ടുള്ളൂ. അപ്പം നിയമത്തെ കയ്യിലെടുക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ചോദിക്കും. നിയമത്തെ കയ്യിലെടുക്കല്ലേ, എടുപ്പിക്കല്ലേ ചെയ്യുന്നത്. ഇത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് സമൂഹം അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടും കൂടിയാണ് ഞാൻ ഇതൊക്കെ പോസ്റ്റ് ചെയ്തത്. അല്ലാതെ ആരെയും അപമാനിക്കണമെന്നോ ആരുടെയും കയ്യിൽ നിന്ന് 10 രൂപ മേടിക്കണമെന്നോ ഒന്നും വിചാരിച്ചിട്ടല്ല. അപ്പം ഈ കാര്യങ്ങൾക്കൊക്കെ വ്യക്തത വന്നു എന്ന് വിചാരിക്കുന്നു. ആദ്യമേ ഉള്ള ഒരു കാര്യം, ഫോൺ ഓഫ് ചെയ്യാനുള്ള എന്ന് വെച്ചാൽ ഫോൺ കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലേ എന്നുള്ളത്. ഫോൺ എത്ര എന്ന് വെച്ചിട്ടാണ് ഒരു മനുഷ്യൻ കട്ട് ചെയ്യുക. രണ്ടാമത്, വാട്സപ്പിൽ വരുന്ന കോളുകൾ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലേ എന്നുള്ളത്. എൻ്റെ വാട്സപ്പിൽ എത്രത്തോളം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. മൂന്നാമത്തെ കാര്യം, പോലീസിൽ പരാതിപ്പെട്ടൂടെ എന്നുള്ളത്. ഞാൻ എത്രത്തോളം പോലീസ് പരാതിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അത്രമേൽ ഞാൻ പോലീസ് പരാതിപ്പെട്ടിട്ടുണ്ട്. അതിനൊന്നും നടപടിയെടുക്കാത്തതിനാലാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം എടുത്ത് പോസ്റ്റ് ചെയ്യാൻ എൻ്റെ സാഹചര്യം അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ആയി മാറിയത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ പോസ്റ്റ് ചെയ്തെടുത്തോളം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവരൊക്കെ പകൽമാന്യന്മാരാണ്. പകൽമാന്യതയുടെ മുഖം നടിച്ച് നടക്കുന്ന കുറേ പകൽമാന്യന്മാരാണ് എന്നെ വിളിക്കുന്നത്. ഒരുത്തൻ വിളിച്ചിട്ട് എന്നെ കാണുമ്പോഴേക്ക് അവൻ എന്തോ ആവുന്ന പോലും, അവൻ അത്രമേൽ എന്നോട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത്. ഞാനിതൊക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്ത്. പിന്നീട് വിളിക്കുന്നത് അവൻ്റെ ഭാര്യയാണ്. അതൊന്ന് ഡിലീറ്റ് ചെയ്യണം, കുടുംബത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല, നാണക്കേട് കൊണ്ട്. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, ഞാനൊരു പെണ്ണല്ലേ, എന്നെ കാണുമ്പോൾ അവൻ അങ്ങനെയൊക്കെ തോന്നുന്നു എന്ന് പറയുമ്പം നീ ഒരു പെണ്ണല്ലേ, നീ പോരാഞ്ഞിട്ടല്ലേ അവൻ എന്നോട് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, അപ്പോൾ ആ കുട്ടിക്ക് മിണ്ടാനുള്ള ഒരു അവിടെ ഒരു മിണ്ടാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേ അല്ല ആ കുട്ടി. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, അയാളെ വിളിച്ച് മാപ്പ് പറയിപ്പിക്കാം, എന്നാൽ അത് ഡിലീറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, മാപ്പ് പറയിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വിളിച്ച് അവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഷൗട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു, ഇക്കാക്ക നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ മിണ്ടാണ്ട് അവിടെ നിന്നോളണം, എല്ലാം കേട്ട് നിന്നോളണം, നിങ്ങൾ മിണ്ടരുത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മിണ്ടാതെ പോടി, എനിക്ക് നിൻ്റെയും നിൻ്റെ ഭർത്താവിൻ്റെയും മാപ്പ് കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ അതും കൂടി എടുത്ത് പോസ്റ്റ് ചെയ്തു. കാരണം അതൊക്കെ നാട്ടുകാരറിയണം. ഇത്രമേൽ ഈ ദീപക്കിനെ പോലെയുള്ള പാവം ചെറുപ്പക്കാരെ, ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരെ അല്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുന്നത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുമ്പോൾ തെളിവ് സഹിതമാണ് കൊണ്ടുവരുന്നത്. ഞാൻ ആർക്കും അങ്ങോട്ട് മെസ്സേജ് ചെയ്തിട്ടോ അങ്ങോട്ട് മിസ് കോൾ അടിച്ചിട്ടോ അങ്ങോട്ട് വിളിച്ചിട്ടോ അല്ല അവരെന്നെ തിരിച്ച് വിളിക്കുന്നത്. അവരെൻ്റെ നമ്പർ എടുത്തിട്ട് ഞാൻ ഒരു മോശക്കാരിയാണ് എന്ന് കരുതിയിട്ട് അവരിങ്ങോട്ട് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇങ്ങനൊരു വ്യാജ പ്രൊഫൈൽ ആരോ ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ്. അതറിഞ്ഞതിന് ശേഷം ഞാൻ ഇത്തരത്തിലുള്ള കോളുകൾ വരുമ്പോൾ ഞാൻ കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള കോളുകൾ ഞാനിട്ട് എന്താ പറയുക, പോസ്റ്റ് ചെയ്യാനും നിൽക്കാറില്ല. കാരണം അറിഞ്ഞതിന് ശേഷം അതാണ്. അല്ലാതെ ഷിംജിതയുടെയോ ദീപകിൻ്റെയോ വിഷയം വന്നിട്ട് പേടിച്ചിട്ടല്ല ഞാൻ ഇതൊന്നും പുറത്ത് വിടാതെ നിൽക്കുന്നത്. ഇങ്ങനെ ഒരു വ്യാജ പ്രൊഫൈൽ ഉണ്ട് എന്നുള്ളതും ആ വ്യാജ പ്രൊഫൈലിനെ തപ്പി പോലീസുകാർ നടക്കുന്നുണ്ട് എന്നുള്ളതും അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. ഞാൻ ആ വ്യാജ പ്രൊഫൈൽ വന്ന സമയത്തെ ഞാനത് വീഡിയോ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫരീദ ഇബ്രാഹിമിൻ്റെ കുടുംബത്തിലുള്ള ആരോ കൂട്ടക്കാരിൽ ആരോ ഒരുവൻ എന്നെ വിളിച്ച് സംസാരിച്ചത് കൊണ്ട് മാത്രമാണ് ഫരീദ ഇബ്രാഹിമിന് എന്നോട് ഇത്രമേൽ ദേഷ്യവും വിരോധവും വിദ്വേഷവും വരാൻ കാരണം. അതുകൊണ്ടാണ് മൂപ്പത്തി ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടത്. സ്വന്തം മുഖം കാണിച്ചിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ ഫരീദ അതെങ്കിലും പറയായിരുന്നു. ഇത് മുഖം പോലും കാണിക്കാൻ പേടിക്കുന്ന നീ എന്തിനാ മോളെ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പേജും ഇങ്ങനെ ഒരു അക്കൗണ്ടും തുടങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ എഴുതി തള്ളിവിടുന്നത്? സത്യത്തെ അറിയണേ, സത്യാവസ്ഥ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണേ അത് എന്താണ് എന്നുള്ളത് ചിന്തിച്ചതിന് ശേഷം മാത്രമേ അവരത് പോസ്റ്റ് ചെയ്യുള്ളൂ. നിന്നെപ്പോലെ ഒന്നും അറിയാതെ വള ചെല്ലിയിട്ട് പോസ്റ്റ് ചെയ്യൂല എന്ന് പറഞ്ഞുകൊണ്ട് ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. മനസ്സിലായോ ഫരീദ ഇബ്രാഹിമേ?